നമസ്കാരം. ഇൻഫോ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പാലപ്പിള്ളി പിള്ളത്തോടിന് സമീപം പുലി ഇറങ്ങി. തിങ്കളാഴ്ച രാത്രിയിലാണ് സംഭവം. കാപ്പ ഉത്തരവ് ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ച കുപ്രസിദ്ധ ഗുണ്ട പിടിയിൽ. കേരള ബാങ്കിൽ ജോലി വാഗ്ദാനം ചെയ്ത് 26 ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന വനിതയുടെ പരാതിയിൽ ഒളിവിലായിരുന്ന ASI അറസ്റ്റിൽ. ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിന് സമീപം ആൾതാമസമില്ലാത്ത വീട്ടിൽ മോഷണശ്രമം. ചാലക്കുടി മെർച്ചന്റ്സ് യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് കരോൾ നടത്തി. മാനവ സംസ്കൃതി ചാലക്കുടി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ കരുണാകരൻ PT സ്മൃതി സംഗമം സംഘടിപ്പിച്ചു. ചാലക്കുടി നഗരസഭയും ടൗൺ NSS കരയോഗവും സംയുക്തമായി നടത്തുന്ന കെ മാധവൻ നായർ അനുസ്മരണവും പുരസ്കാര സമർപ്പണവും നടത്തി. വിശദമായ വാർത്തയിലേക്ക്. പാലപ്പിള്ളി പിള്ളത്തോടിന് സമീപം പുലി ഇറങ്ങി. തിങ്കളാഴ്ച രാത്രിയിലാണ് സംഭവം. ഇതുവഴി വന്ന ബൈക്ക് യാത്രക്കാരന്റെ മുൻപിലൂടെയാണ് പുലി ഓടിപ്പോയത്. തോട്ടത്തിൽ നിന്ന് റോഡിലേക്ക് ചാടിയ പുലി തൊട്ടടുത്ത തോട്ടത്തിലേക്ക് പോയതായി പറയുന്നു. 2 ദിവസം മുൻപ് നാടാപാടം ഗേറ്റിന് സമീപത്തെ തൊഴിലാളികളുടെ പാടിക്ക് സമീപം പുലി ഇറങ്ങി പശുക്കുട്ടിയെ കൊന്നിരുന്നു. ഇതിനു മുൻപ് പാലപ്പിള്ളി പുതുക്കാട് എസ്റ്റേറ്റിലെ തോടിന് സമീപത്ത് പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയിരുന്നു. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിൽ പുലിയെ കണ്ടതോടെ നാട്ടുകാർ ഭീതിയിലാണ്. പാലപ്പിള്ളി മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി പുലിയുടെ ആക്രമണം പതിവായിരിക്കുകയാണ്. വലിയകുളത്ത് തൊഴിലാളികൾ താമസിക്കുന്ന പാടിയിൽ തുടർച്ചയായി 2 ദിവസമാണ് പുലി ഇറങ്ങിയത്. ഇവിടെ ഒരു പശുക്കുട്ടിയെ ആക്രമിക്കുകയും ഒരെണ്ണത്തിനെ കൊല്ലുകയും ചെയ്തിരുന്നു. പ്രദേശത്ത് പുലിയിറങ്ങി വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്നത് പതിവായതോടെ പുലിയെ പിടികൂടാനുള്ള കൂട് എത്രയും വേഗം സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കാപ്പ ഉത്തരവ് ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ച കുപ്രസിദ്ധ ഗുണ്ട പിടിയിൽ. ആളൂർ വെള്ളാഞ്ചിറ സ്വദേശി തച്ചമ്പിള്ളി വീട്ടിൽ 36 വയസ്സുള്ള നിഖിൽ എന്ന ഇല നിഖിലിനെയാണ് കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. വധശ്രമം, വ്യാജമദ്യ വിൽപ്പന, ചന്ദനക്കടത്ത്, കഞ്ചാവ് വിൽപ്പന തുടങ്ങിയ 14ഓളം കേസുകളിൽ പ്രതിയാണ് നിഖിൽ. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ 1 വർഷത്തേക്ക് തൃശൂർ ജില്ലയിൽ നിന്നും നാടുകടത്തപ്പെട്ട നിഖിൽ ഉത്തരവ് ലംഘിച്ച് കൊരട്ടി കുന്നപ്പിള്ളി ദേവരാജഗിരി അമ്പല പരിസരത്ത് എത്തിയതായിരുന്നു. പ്രതിയെ പിടികൂടാനെത്തിയ പോലീസിനെ കണ്ട് ഓടുകയും പോലീസ് സാഹസികമായി പിന്തുടർന്നാണ് ഇയാളെ പിടികൂടിയത്. കൊരട്ടി സ്റ്റേഷൻ ഹൌസ് ഓഫീസർ അമൃതരംഗൻ, സബ് ഇൻസ്പെക്ടർമാരായ MJ സജിൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. 4 മാസം ഏപ്രിൽ മാസത്തിൽ കാപ്പ തൃശൂർ ജില്ലയിൽ കടക്കരുതെന്നും പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ പലപ്പോഴായിട്ട് നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്, നമ്മുടെ ജില്ലയിൽ കിടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കൊരട്ടി മേഖലയിൽ പല മേഖലകളിലും ആളുടെ പ്രസൻസ് കാണുന്നുണ്ട്. പക്ഷേ പോലീസ് എത്തുന്ന സമയം കൊണ്ട് ആൾ മാറിക്കളയാണ്. ഇപ്പോൾ ദേവരാജഗിരിയിൽ നടന്ന ഉത്സവവുമായി ബന്ധപ്പെട്ട് ആൻറ്റി സോഷ്യൽസ് വരാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. അത് കേരള ബാങ്കിൽ ജോലി വാഗ്ദാനം ചെയ്ത് 26 ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന വനിതയുടെ പരാതിയിൽ ഒളിവിലായിരുന്ന ASI അറസ്റ്റിൽ. ആളൂർ പോലീസ് സ്റ്റേഷനിലെ ASI ആളൂർ മണക്കാടൻ വീട്ടിൽ വിനോദ് കുമാറിനെയാണ് അറസ്റ്റ് ചെയ്തത്. വടമ കാട്ടിക്കരക്കുന്ന് കണ്ണൻകാട്ടിൽ വീട്ടിൽ ശരണ്യയുടെ പരാതിയിലാണ് അറസ്റ്റ്. ശരണ്യയുടെ ഭർത്താവ് രാഹുലിന്റെ ബന്ധുവാണ് വിനോദ് കുമാർ. അന്നമനട സ്വദേശി സുമേഷ്, രഞ്ജിത്ത് എന്നിവർ കൂട്ടുപ്രതികളാണെന്നും ഇവർ ഒളിവിലാണെന്നും പോലീസ് പറഞ്ഞു. 2021 മെയ്യിലാണ് കേസിനാസ്പദമായ സംഭവത്തിന്റെ തുടക്കം. പരാതിക്കാരിയുടെ അച്ഛന്റെയും ഭർത്താവിന്റെയും കയ്യിൽ നിന്ന് വിനോദ് കുമാർ നേരിട്ടും മറ്റ് 2 പ്രതികൾ അക്കൗണ്ട് മുഖേനയും പലതവണ പണം കൈപ്പറ്റിയെന്നാണ് പരാതി. കേരള ബാങ്കിന്റെ ഏതെങ്കിലും ബ്രാഞ്ചിൽ അസിസ്റ്റന്റ് മാനേജറായി ജോലി നൽകാമെന്നായിരുന്നു വാഗ്ദാനമെന്ന് പറയുന്നു. ഏപ്രിൽ 19-നാണ് ആളൂർ പോലീസിൽ പരാതി നൽകിയത്. തുടർന്ന് വിനോദ് കുമാറിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. തിങ്കളാഴ്ച വൈകിട്ട് 6 മണിയോടെ വീട്ടിൽ നിന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തതെന്ന് CI KM ബിനീഷ് പറഞ്ഞു.
SI-മാരായ സുരേന്ദ്രൻ, ബിജു ജോസഫ്, സ്പെഷ്യൽ ബ്രാഞ്ച് SI ബാബു, CPO ഡാനിയൽ, ജീവൻ എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. ഇതേ മാതൃകയിൽ കൊരട്ടി സ്റ്റേഷനിലും 2 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിലൊന്നിലും വിനോദ് എന്ന പേരുള്ള ഒരാൾ പ്രതിയാണ്. കേസെടുത്ത് ഇത്രയധികം ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ലായിരുന്നു. കേരള ബാങ്ക് അധികൃതർ ഇതുമായി സംബന്ധിച്ച് ചില വിവരങ്ങൾ പുറത്തുവിട്ടതോടെയാണ് വീണ്ടും ചർച്ചയായതും അറസ്റ്റിലേക്കെത്തിയതും. ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിന് സമീപം ആൾതാമസമില്ലാത്ത വീട്ടിൽ മോഷണ ശ്രമം. പഴയേടത്ത് മനയ്ക്കൽ ശങ്കരൻ നമ്പൂതിരിയുടെ വീട്ടിലാണ് മോഷണ ശ്രമം നടന്നത്. ഇവർ വിദേശത്താണ്. ടോർച്ചിന്റെ വെളിച്ചത്തിൽ ബാഗും കോട്ടും മുഖംമൂടിയും ഹെൽമറ്റും ധരിച്ചെത്തിയ 3-അംഗ സംഘത്തിന് മോഷണം നടത്താൻ സാധിച്ചില്ല. വീടിന്റെ മുന്നിലെ CCTV ക്യാമറകൾ മോഷ്ടാക്കൾ തകർത്തു. കഴിഞ്ഞ 17-ന് രാത്രിയിലാണ് മോഷണ ശ്രമം നടന്നതെന്ന് CCTVയിലൂടെ വ്യക്തമായി. സമീപത്തെ പടിഞ്ഞാട്ടുമുറി സെന്ററിലെ സ്വകാര്യ കുറിക്കമ്പനിയിലും ഈ ദിവസം മോഷണ ശ്രമം നടന്നു. വീട്ടിൽ ചേർപ്പ് പോലീസ് എത്തി CCTV ദൃശ്യങ്ങൾ പരിശോധന നടത്തി. പ്രതികൾക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി. മാനവ സംസ്കൃതി ചാലക്കുടി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ K. കരുണാകരൻ PT സ്മൃതി സംഗമം സംഘടിപ്പിച്ചു. താലൂക്ക് ചെയർമാൻ ഷോൺ പെല്ലിശ്ശേരി അധ്യക്ഷത വഹിച്ച യോഗം ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. മുൻ MLAയുമായ KNA ഖാദർ മുഖ്യപ്രഭാഷണം നടത്തി. യുവ എഴുത്തുകാരിയും അമേരിക്കൻ ഗവൺമെന്റിന്റെ ഗാന്ധി കിങ് സ്കോളർ എക്സ്ചേഞ്ച് പ്രോഗ്രാമിൽ തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്ത അഡ്വക്കേറ്റ് അലീന അനബില്ലയ്ക്ക് സ്നേഹാദരം നൽകി. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MM അനിൽകുമാർ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ മുൻ മുനിസിപ്പൽ ചെയർമാൻ VO പൈലപ്പൻ, ബ്ലോക്ക് പ്രസിഡന്റ് വേണു കണ്ഠരുമഠത്തിൽ, ജില്ലാ പഞ്ചായത്ത് അംഗം ലീല സുബ്രഹ്മണ്യൻ, അഡ്വക്കേറ്റ് CG ബാലചന്ദ്രൻ, ജെയിംസ് പോൾ, OS ചന്ദ്രൻ, MT ഡേവിസ്, ആൻ സെബാസ്റ്റ്യൻ, തോമസ് I കണ്ണത്ത് എന്നിവർ പങ്കെടുത്തു. SK ഹാരിസ് നന്ദി പറഞ്ഞു. ചാലക്കുടി മെർച്ചന്റ്സ് യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് കരോൾ നടത്തി. ചാലക്കുടി നഗരത്തിൽ നടന്ന കരോൾ യൂത്ത് വിംഗ് പ്രസിഡന്റ് ലിൻഡോ തോമസിന്റെ അധ്യക്ഷതയിൽ ചാലക്കുടി DYSP സുമേഷ് K ഉദ്ഘാടനവും ഫ്ളാഗ് ഓഫും നടത്തി. യൂത്ത് വിംഗ് സെക്രട്ടറി മനീഷ് MM സ്വാഗതവും ട്രഷറർ പ്രവീൺ സിദ്ധാർത്ഥൻ നന്ദിയും പറഞ്ഞു. യോഗത്തിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ട്രഷററും ചാലക്കുടി മെർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റുമായ ശ്രീ ജോയ് മൂത്തേടൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ബിനു മഞ്ഞളി, ട്രഷറർ ഷൈജു പുത്തൻപുരയ്ക്കൽ, കിരൺ ഷൺമുഖൻ, രഞ്ജിത്ത് KN, ഡെന്റോ, ധിരൻ തിലകൻ എന്നിവർ നേതൃത്വം നൽകി. ശ്രീ ലിൻഡോ, ഏവർക്കും സ്വാഗതം പറഞ്ഞ നമ്മുടെ മനീഷ്, ക്രിസ്തുമസ് പുണ്യതിഥിയിലെയും ന്യൂ ഇയർ ആഘോഷത്തിലേക്ക് ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെ ബഹുമാനായ DYSP സുമേഷ് സാർ, ചാലക്കുടി നഗരസഭയും ടൗൺ NSS കരയോഗവും സംയുക്തമായി നടത്തുന്ന K. മാധവൻ നായർ അനുസ്മരണവും പുരസ്കാര സമർപ്പണവും നടത്തി. MLA സനീഷ് കുമാർ ജോസഫ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ എബി ജോർജ് അധ്യക്ഷത വഹിച്ചു. ഈ വർഷത്തെ K. മാധവൻ നായർ പുരസ്കാരം പുഴ സംരക്ഷണ സമിതി പ്രസിഡന്റും സജീവ സാമൂഹ്യ പ്രവർത്തകനുമായ SP രവിക്ക് MLA സനീഷ് കുമാർ ജോസഫ് സമർപ്പിച്ചു. മുൻ നഗരസഭാ ചെയർമാൻ എബി ജോർജ് മാധവൻ നായർ അനുസ്മരണ പ്രഭാഷണം നടത്തി. വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബു, നഗരസഭാ പാർലമെന്ററി പാർട്ടി ലീഡർമാരായ ഷിബു വാലപ്പൻ, CS സുരേഷ്, കരയോഗം പ്രസിഡന്റ് I സദാനന്ദൻ, വാർഡ് കൌൺസിലർമാരായ ബിന്ദു ശശികുമാർ, സുധാ ഭാസ്കരൻ, NSS വനിതാ സംഘം സെക്രട്ടറി ഗീത ബാഹുലേയൻ, മാധവൻ നായർ, സാംസ്കാരിക കേന്ദ്രം പ്രസിഡന്റ് KM ഹരിനാരായണൻ, കരയോഗം സെക്രട്ടറി KB മുരളീധരൻ, ജോയിന്റ് സെക്രട്ടറി MG സുധീഷ് തുടങ്ങിയവർ സംസാരിച്ചു. അവാർഡ് ജേതാവ് SP രവി മറുപടി പ്രസംഗം നടത്തി. 2-3 മുഖങ്ങളുള്ള ആളുകളുണ്ട്. പക്ഷെ മാധവനെ സംബന്ധിച്ചുള്ള ഒറ്റ മുഖമുള്ളൂ, ഒരു വെട്ട് 2 മുറി. അത് കൗൺസിലിൽ പോയൊരു അദ്ദേഹങ്ങളുടെ പെർഫോമൻസ് അങ്ങനെയാണ്. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7090 രൂപ, പവന് 56,720 രൂപ.
ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലപ്പിള്ളി പിള്ളത്തോടിന് സമീപം പുലി ഇറങ്ങി. തിങ്കളാഴ്ച രാത്രിയിലാണ് സംഭവം. കാപ്പ ഉത്തരവ് ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ച കുപ്രസിദ്ധ ഗുണ്ട പിടിയിൽ. കേരള ബാങ്കിൽ ജോലി വാഗ്ദാനം ചെയ്ത് 26 ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന വനിതയുടെ പരാതിയിൽ ഒളിവിലായിരുന്ന ASI അറസ്റ്റിൽ. ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിന് സമീപം ആൾതാമസമില്ലാത്ത വീട്ടിൽ മോഷണശ്രമം. ചാലക്കുടി മെർച്ചന്റ്സ് യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് കരോൾ നടത്തി. മാനവ സംസ്കൃതി ചാലക്കുടി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ കരുണാകരൻ PT സ്മൃതി സംഗമം സംഘടിപ്പിച്ചു. ചാലക്കുടി നഗരസഭയും ടൗൺ NSS കരയോഗവും സംയുക്തമായി നടത്തുന്ന കെ മാധവൻ നായർ അനുസ്മരണവും പുരസ്കാര സമർപ്പണവും നടത്തി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.